സാഹിത്യത്തിലെ വിസ്മയം ഫിയോദോർ ദസ്കോവ്സ്കിയുടെ ഓർമ്മ ദിനമാണിന്ന്. കുറ്റവും ശിക്ഷയും, കരമസോവ് സഹോദരന്മാർ തുടങ്ങി വമ്പൻ കൃതികളിലൂടെ ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന റഷ്യൻ എഴുത്തുകാരനാണ് അദ്ദേഹം. ലോകം അദ്ദേഹത്തെ ഒരു പ്രതിഭയായി വാഴ്ത്തുമ്പോഴും ആ പ്രതിഭയെ മരണത്തിൻ്റെയും നിരാശയുടെയും ഗർത്തത്തിൽ നിന്നും വീണ്ടെടുത്ത അന്ന എന്ന സ്ത്രീയുടെ കരുത്തിനെ കുറിച്ച് പറയാൻ ഞാനിന്ന്. നമ്മുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും ഇനി ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ദസ്തയേവ്സ്കിയുടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് ഓർക്കണം. കടക്കണിയിൽ മുങ്ങി അപസ്മാര രോഗത്താൽ തളർന്ന് ആത്മഹത്യയുടെ വക്കിൽ നിന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്കാണ് 20 വയസ്സുകാരിയായ അന്ന എന്ന ഒരു സ്റ്റെനോഗ്രാഫർ എത്തുന്നത്. വെറും 26 ദിവസം കൊണ്ട് ഒരു നോവൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ ദസ്തയേവ്സ്കിയുടെ കൃതികളുടെ അവകാശമെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടും. ജയിലിലേക്കും ആയേക്കാം. ആ പ്രതിസന്ധിയിലാണ് അന്ന അദ്ദേഹത്തെ കൈപിടിച്ചത്. ലോകം മുഴുവൻ ഒരു പരാജയപ്പെട്ട ചൂതാട്ടക്കാരൻ എന്ന് വിളിച്ചപ്പോൾ അന്ന കണ്ടത് ദസ്തയേവ്സ്കിയിലെ എഴുത്തുകാരനെയാണ്. അന്ന അദ്ദേഹത്തിൻ്റെ കൃതികളെ പകർത്തി എഴുതി. കടക്കാരുടെ മുന്നിൽ കവചമായി നിന്നു. ആ തകർന്ന മനസ്സിന് ആത്മവിശ്വാസം നൽകി. ദസ്തയേവ്സ്കിയുടെ പ്രണയിനിയായി മാറി, ഭാര്യയായി മാറി. അന്നയുടെ കൂടെയുണ്ടായിരുന്ന 14 വർഷങ്ങളിലാണ് ഇതിഹാസ കൃതികൾ പലതും അദ്ദേഹം രചിച്ചത്. സ്നേഹത്തിനൊരാളെ എത്രത്തോളം മാറ്റിമറിക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. നമ്മുടെയൊക്കെ ഉള്ളിലും ഒരു ദസ്തയേവ്സ്കി ഇല്ലേ? പരാജയങ്ങളിൽ ഭയപ്പെടുന്ന, ആരുമില്ലെന്ന് തോന്നിപ്പോകുന്ന ഒരു മനസ്സ്. അവിടെ നമുക്ക് വേണ്ടത് ഒരു അന്നയെയാണ്. നമ്മളെ വിശ്വസിക്കുന്ന, നമ്മുടെ കുറവുകളെ സ്നേഹത്തോടെ തിരുത്തുന്ന, നമ്മൾ വീഴുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന ഒരാൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ജീവിതത്തിൽ വേണ്ടത് വലിയ സൗഭാഗ്യങ്ങളല്ല, നമ്മുടെ തകർച്ചയിൽ കൂടെ നിൽക്കുന്ന ചില നല്ല മനുഷ്യരെയാണ്. ദസ്തയേവ്സ്കിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്തയും അതുതന്നെയാണ്. ശരിയായ ഒരാൾ നമുക്കൊപ്പമുണ്ടെങ്കിൽ ഏതൊരുട്ടിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന്. ദസ്തയേവ്സ്കിയുടെ തന്നെ വാക്കുകൾ പോലെ ലോകത്തെ സൗന്ദര്യമാക്കുന്നത്, രക്ഷിക്കുന്നത് സൗന്ദര്യമാണ്, സ്നേഹമുള്ള ഒരു ഹൃദയത്തിൻ്റെ സൗന്ദര്യം. ഈ ഓർമ്മ ദിനത്തിൽ നമുക്ക് അങ്ങനെ തന്നെ ആഗ്രഹിക്കാം. ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൽ അന്ന വ്യക്തിയതുപോലെ നമ്മുടെ മുറിവുകളെ സ്നേഹം കൊണ്ടുണക്കുന്ന ഒരാൾ നമുക്കും കൂട്ടിനുണ്ടാകട്ടെ എന്ന്. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആശ്വാസമാകുന്ന ഒരു അന്നയായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന്.